അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ലീഗ് ഇതിലെടുക്കുന്ന ഒരു നിലപാടുണ്ട്. ലീഗ് ഈ തീരുമാനം വരുന്നതിന് മുമ്പ്, നിയമ ഭേദഗതി വരുന്നതിന് മുമ്പ് തന്നെ ചില കൂടിക്കാഴ്ചകൾ നടത്തുന്നു. ഇത് പരിഹരിക്കാൻ കഴിയും, ഇത് പരിഹരിക്കാൻ കഴിയാത്ത പ്രശ്നമല്ല എന്ന് പറയുന്നു. ഫറൂഖ് കോളേജ് അവിടുത്തെ ആളുകൾക്ക് അനുകൂലമായ നിലപാട് തന്നെ എടുക്കുന്നു. ലീഗ് വഖഫ് നിയമത്തിനെതിരെ തന്നെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നു, നടപടികളുമായി പോകുന്നു. പക്ഷേ നിയമപരമായി ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ തന്നെ ജനങ്ങളെ ഇതുമായി ബന്ധപ്പെടുത്തി ജാഗ്രതയാക്കാനുള്ള ശ്രമം എന്ന നിലയ്ക്ക് മഹാറാലി സംഘടിപ്പിക്കുന്നു. പക്ഷേ ഇത് ആ രീതിയിൽ ഒന്നും പരിഹരിക്കപ്പെടാൻ കഴിയുന്ന ഒരു പ്രശ്നം എന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായ താല്പര്യങ്ങളുടെ ഒരു സംഘർഷ ഭൂമിയായി കൂടി മാറുകയാണ്. അങ്ങ് തന്നെ പറഞ്ഞതുപോലെ ചട്ടരൂപീകരണവും അതിനുശേഷവുമുള്ള കാര്യങ്ങളും അത് ചട്ടപ്പടിയേ നടക്കുകയുള്ളൂ. അതിനൊരു കാലതാമസമുണ്ട്. ആ കാലതാമസത്തിനിടയ്ക്ക് നാട്ടിൽ തിരഞ്ഞെടുപ്പുകൾ വരും. ആ കാലതാമസത്തിനിടയ്ക്ക് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മുനമ്പത്തെ ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എങ്ങനെ പരിഹാരം കാണും? തീർച്ചയായും ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് മാധു, ഇതിവിടുത്തെ രണ്ട് ഗവൺമെന്റുകൾ ഇപ്പൊ നാളെ രാവിലെ അങ്ങ് പരിഹരിച്ച് കളയാം എന്ന് പറഞ്ഞ് നിയമം പാസ്സാക്കിയവർ ഇപ്പോൾ കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അവർ പിന്മാറിയിരിക്കുന്നു. ഈ സെക്ഷൻ 2A ഞങ്ങൾ അതിനെക്കുറിച്ച് പറയുന്നത് വളരെ നേരത്തെ തന്നെ അതിനെപ്പറ്റി ഞങ്ങളുടെ ഭാഗം, ഞങ്ങളുടെ ആർഗ്യുമെന്റ് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഒരു കാര്യം നമ്മൾ എത്ര വിശദീകരിച്ചാലും പിന്നെയും പിന്നെയും പറയുക എന്നത് ഗീബൽസിന് ശിക്ഷിക്കപ്പെട്ട ചിലരുടെ ശീലമായതുകൊണ്ട്. ഇത് വഖഫ് ബോർഡ് പിന്നെന്താണ്, ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് ആണല്ലോ. ഈ നിയമത്തിന്റെ പരിധിയിലേക്ക് ഞങ്ങൾ ട്രസ്റ്റിനെ കൊണ്ടല്ലോ. ഇവിടുത്തെ തർക്ക വിഷയം ഫാറൂഖ് കോളേജ് ട്രസ്റ്റ് ആണോ അല്ലയോ എന്നതല്ല. മുനമ്പത്തെ തർക്കഭൂമിയിൽ ക്രയവിക്രയാധികാരമുള്ള പൂർണ്ണ ഉടമസ്ഥാവകാശം ഫാറൂഖ് കോളേജിന് ഉണ്ടോ ഇല്ലയോ എന്നതാണ് ഇവിടെ തർക്ക വിഷയം. അതാണ് പരിഹരിക്കപ്പെടേണ്ടത്. അത് ഫറൂഖ് കോളേജിനാണെന്ന് സ്ഥാപിച്ച് കിട്ടിയാലേ നിങ്ങൾ ഈ പറയുന്ന സെക്ഷൻ അവിടെ അട്രാക്ട് ചെയ്യുള്ളൂ. ഫറൂഖ് കോളേജിനത് കിട്ടിയാൽ ഫറൂഖ് കോളേജ് നേരത്തെ പറയുന്നുണ്ട് ഇത് ഞങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളത് വിറ്റതാണ് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ഈ പറയുന്ന നിയമമല്ല, നിങ്ങൾ ഈ പറയുന്ന സെക്ഷനുകൾ ഒന്നും അവരെ സഹായിക്കാൻ ആവർത്തിച്ച് അവസാനത്തെ നിമിഷം വരെ ആ മനുഷ്യരെ പറ്റിക്കുന്ന വഞ്ചന ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥനയാണ് BJP. അടുത്ത ഷിബുമിനാണ് ഈ പ്രശ്നങ്ങൾ. ഇതാ ഇപ്പൊ നോക്കൂ, നേരത്തെ സമവായം ഉണ്ടാക്കുമ്പോൾ, ഭൂമി വില കൊടുത്ത് വാങ്ങാനുള്ള സമവായ ശ്രമങ്ങൾ ഉണ്ടാക്കുമ്പോൾ പരിഹാരം ഉണ്ടാക്കാൻ 33 ലക്ഷം രൂപ കൊടുത്ത് ഫറൂഖ് കോളേജ് ഈ ഭൂമി ഇവർക്ക് കൊടുക്കുമ്പോഴൊക്കെ ഇവർക്ക് ക്രയവിക്രയത്തിനുള്ള ശേഷിയോ അധികാരമുണ്ടോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ടായിരുന്നോ? അതിനുള്ളിലേക്ക് സംസ്ഥാനത്തിന്റെ മുഴുവൻ ഏജൻസികളും വരുന്നുണ്ടല്ലോ, സർക്കാർ തന്നെ ഒരു കക്ഷിയായി വരുന്നുണ്ടല്ലോ. അപ്പോഴൊക്കെ പരിഹരിക്കപ്പെടേണ്ടതാണോ? അല്ലെങ്കിൽ ക്രയവിക്രയം നടത്താനുള്ള ശേഷിയുണ്ടോ എന്ന് പരിശോധിക്കപ്പെടേണ്ടതായിരുന്നോ? ഇതിപ്പോ ഈ 2025 വരെ ഇത് വെച്ച് നീട്ടിക്കൊണ്ടുവരുന്നതിനിടയ്ക്ക് കാണിച്ച അനാസ്ഥ, ഫറൂഖ് കോളേജിന്റെ അടക്കം ഈ ആധാരത്തിലുള്ള കാര്യങ്ങളും ഈ ടേംസും കണ്ടീഷൻസും ഒന്നും പരിശോധിക്കാതെയാണോ ഇതിന് ഇറങ്ങി പുറപ്പെടേണ്ടിയിരുന്നത്? ഇതിപ്പോ ഇത്രയും വലിയ സാമുദായിക പ്രശ്നമായി വന്നു ഭവിക്കാനുള്ള കാരണം ഈ കക്ഷികളുടെ എല്ലാം കാലാകാലങ്ങളിൽ അവർ അനുവർത്തിച്ചു വന്ന ഉത്തരവാദിത്വ ബോധമില്ലായ്മയാണ്. തീർച്ചയായും മാധു, 1900 മുതലുള്ള ഒരു ചരിത്രം ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇവിടെ പറഞ്ഞു. പല ഡേറ്റ് അദ്ദേഹം പറഞ്ഞു, പല ഇവൻറ്റ്സ് അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം ഏറ്റവും ഒടുവിലുണ്ടായത് 2022 ഇവിടുത്തെ വഖഫ് ബോർഡ് കൊടുക്കുന്ന നോട്ടീസോട് കൂടിയാണ് ഈ സമരരംഗത്തേക്ക് വലിയ ആശങ്കയിലേക്ക് ആ ജനത പോകുന്നത്. നമ്മളതിൻ്റെ ചരിത്രത്തിൻ്റെ പുറകിലേക്ക് പോയാൽ 2020 LDF, പിന്നെ 2010 LDF മന്ത്രിസഭയുടെ മന്ത്രിസഭാ തീരുമാനം വരും, 2008 നിസാർ കമ്മീഷൻ വരും. ഞാനിപ്പോൾ ആ തർക്കത്തിലേക്ക് പോകുന്നില്ല. ഇനി എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഇപ്പം PK കുഞ്ഞാലിക്കുട്ടി എന്ന നേതാവിനെ നിങ്ങൾക്കറിയാം. പൊയ്വാക്ക് പറയുന്ന ആളോ പൊയ്ക്കാല്, ഇതിനിപ്പോഴും സൊല്യൂഷൻ ഉണ്ട്. പഴയ നിയമത്തിന്റെ സെക്ഷനെ ഇപ്പൊ ഞാനത് തുടക്കം മുതൽ പറയാം. കഴിഞ്ഞ നവംബറിൽ മാധു, പാലക്കാട് തെരഞ്ഞെടുപ്പിന് ശേഷം കേരള മുഖ്യമന്ത്രി ഒരു യോഗം വിളിച്ചിരുന്നു. ആ യോഗത്തിൽ നമുക്കൊരു സമവായത്തിലേക്ക് എത്താൻ കഴിഞ്ഞാൽ, ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് മുസ്ലിം സംഘടനകളാണെങ്കിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഈ കേരളത്തിലെ മുഖ്യധാരാ മുസ്ലിം സംഘടനകളുടെ മുഴുവൻ യോഗം വിളിച്ച് മുനമ്പത്തെ വിഷയം ഏതു നിലക്കും പരിഹരിക്കാം എന്ന ഒരു സമവായം രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ മറ്റു കക്ഷികളെ കൂടി ഒരുമിച്ചിരുത്തി നമ്മളൊരു സമവായത്തിലെത്തിയാൽ, ആ സമവായം വഖഫ് ട്രിബ്യൂണലിന്റെ മുൻപിലെത്തിയാൽ നമുക്ക് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണിത്. ഇവിടുത്തെ സാമുദായിക അംഗങ്ങൾ തമ്മിൽ സംസാരിച്ചു നിന്നാലും അവരുടേതാണല്ലോ ഈ ആവശ്യം എന്ന് പറയുന്നത്. വഖഫ് ബോർഡ് ഇതിന്റെ ഭാഗമാകുമോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? സെക്ഷൻ 97 പഴയ ആക്ടില് മാധു, കേരള സംസ്ഥാന സർക്കാരിന് കേരളത്തിൽ വഖഫ് ബോർഡിനോട് അസാമാന്യമായ ആ ആക്ടിന്റെ വകുപ്പൊന്നും ഇപ്പൊ എനിക്ക് വായിക്കാം. സെക്ഷൻ 97 മാധു പരിശോധിച്ചോളൂ. അങ്ങേയറ്റം ആ ഒരു ആജ്ഞാ സ്വഭാവത്തിൽ ഡയറക്റ്റ് ചെയ്യാനുള്ള അധികാരങ്ങൾ കൊടുക്കുന്നുണ്ട്. സംസ്ഥാന ഗവൺമെന്റിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വഖഫ് ബോർഡ് ബാധ്യസ്ഥരാണ്. ആ ബാധ്യത
കേരളത്തിലെ ഗവൺമെന്റ് ഏറ്റെടുത്ത് ഒരു സമവായമുണ്ടാക്കി അത് വഖഫ് ബോർഡിനോട് ഡയറക്റ്റ് ചെയ്ത് വഖഫ് ബോർഡ് ട്രിബ്യൂണലിന് മുൻപാകെ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്ക് അന്നേ ഈ വിഷയം പരിഹരിക്കാമായിരുന്നു. പക്ഷെ ഇപ്പോ BJP ചെയ്തു വെച്ചൊരു ചതി വേറെ ഉണ്ട്. വഖഫ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞാൽ ഏതോ താലിബാൻ കോടതിയാണ് എന്ന് പറഞ്ഞ് അതിനെതിരെ നിങ്ങൾ എവിടെ വരെയും അപ്പീൽ പോയിക്കോ എന്നൊരു വകുപ്പ് വച്ചതോടെ ഇനി ചിലപ്പോൾ നമ്മളെ സഹായിച്ചേക്കില്ല. അങ്ങനെ ഒരു ദ്രോഹം ഈ ചെലവിൽ BJP എന്ത് ചെയ്തിട്ടുണ്ട്? മുനമ്മം ജനതയോട് ഇവിടെ CPM കാണിക്കേണ്ടുന്ന ഒരു ഉത്തരവ്. ഞാനൊരു ഘട്ടത്തിലും ഇതൊരു CPM തർക്കമായി ഇന്ന് വരെ കൊണ്ടുപോവാത്ത ഒരാളാണ്. ഒരു നെരിപ്പോടിന്റെ അരികിലിരുന്ന് BJP മുനമ്പത്തിലേക്ക് ഊതിക്കൊണ്ടിരുന്ന് നമുക്ക് മനസ്സിലാവും അവർക്കിതൊന്ന് ആളിക്കത്തി കളിക്കണം. കഴിഞ്ഞ നവംബറിൽ വിളിച്ച ആ യോഗം 6 മാസമായിട്ട് നമ്മളിത് ചർച്ച ചെയ്യുക. എന്തുകൊണ്ട് അതിൻ്റെ തുടർ യോഗങ്ങൾ ഉണ്ടായില്ല? എന്തുകൊണ്ട് അതിൻ്റെ ചർച്ച ഉണ്ടായില്ല? മുനമ്പം എന്ന നെരിപ്പോടിലേക്ക് ഇവിടെ BJP കുത്തിയിരുന്ന് ഊതുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവും. ഈ ഊത്തുകളിൽ വെച്ചിട്ട് ആ അടുപ്പിൽ ഊതുന്ന BJPയുടെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ശരീരഭാഗത്ത് CPM ഇങ്ങനെ ഇരുന്ന് ഊതി കൊടുക്കുന്നത് എന്തിനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. നിങ്ങൾ ഈ പറയുന്ന വൈകാരിക വർത്തമാനം ആത്മാർത്ഥമാണെങ്കിൽ ഇനിയെങ്കിലും സത്യസന്ധമായ ആർജവത്തോടുള്ള നിലപാടുകൾ, ചർച്ചകൾ, സമവായം ഈ കേരളത്തിൽ ഉണ്ടാകണം. അതല്ലാതെ BJP വളർന്നാൽ ഞങ്ങൾക്ക് ചില നേട്ടങ്ങളുണ്ട് എന്ന നിഗൂഢ താല്പര്യത്തിന്റെ പേരിൽ ഇനിയും ഇതിൽ വൈകരുത് എന്ന വിനയത്തോടൊരു അഭ്യർത്ഥന CPMന്റെ മുമ്പിൽ ഞങ്ങൾ ഈ നിമിഷം വെക്കുകയാണ്. ഇത് പരിഹരിക്കാൻ ഹൃദയം തുറന്ന ചർച്ചകൾ ഉണ്ടാവണം. അത് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ട ആൾ കേരളത്തിലെ സംസ്ഥാന സർക്കാരാണ്. ഞങ്ങളുടെ ഭാഗം ഞങ്ങളിതാ വ്യക്തമായി പറയുന്നു. സുപ്രീം കോടതി